റോബോട്ട് കൂടെ നിൽക്കുകയോ റോബോട്ട് ചെയ്യുന്ന സർജറിയോ അല്ല റോബോട്ടിക് സർജറി എന്ന് പറയുന്നത്. ചെയ്യുന്നത് റോബോട്ടിനെ കൺട്രോൾ ചെയ്യുന്നത് സർജന്മാർ തന്നെയാണ്. ഒരു റോബോട്ടിക് സർജറി നമ്മൾ ചെയ്യുമ്പോൾ റോബോട്ട് ചെയ്യുമ്പോൾ അതിന്റെ പൂർണ്ണ 100% അതിന്റെ കൺട്രോൾ മുഴുവൻ അതിന്റെ തൊട്ടടുത്ത് ഇരിക്കുന്ന സർജന്റെ കയ്യിൽ തന്നെയാണ്. അതേ റൂമില് അതേ ഒരു കൺസോളില് റോബോട്ട് അവിടെ നിന്ന് നമ്മൾ പേഷ്യന്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോ മൂവ്മെന്റും സർജന്റെ കൺട്രോളിൽ തന്നെയാണ് അവിടെ നടക്കുന്നത്. ഓൺലി തിങ് ഈസ് സർജൻ തീർച്ചയായിട്ടും ഒരു മനുഷ്യനാണ്. അപ്പം റോബോട്ട് സർജന്റെ കുറവുകൾ, അതായത് ചെറിയ ചെറിയ ട്രെമേഴ്സ് ആയാലും ഒരു പ്രിസിഷൻ ആയാലും നമ്മള് നേക്കഡായി കൊണ്ട് കാണുന്നതിനേക്കാളും ഒക്കെ കൂടുതൽ പ്രിസിഷനോട് കൂടി അതൊരു 3D ക്യാമറയിലൂടെ നമ്മൾ അത്രയും ഒരു 10 20 ഇരട്ടി പ്രിസിഷനിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് കൂടുതൽ പ്രിസൈസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് റോബോട്ടിക് സർജറി ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഒന്നും തന്നെ റോബോട്ടിന്റെ ഇഷ്ടത്തിന് നമ്മൾ വിട്ടുകൊടുത്തല്ല റോബോട്ടിക് സർജറി ചെയ്യുന്നത്.